ഓക്കെ, എന്താണ് നമ്മളെ +1 കെമിസ്ട്രി നമ്മളെ വല്ലാതെ പറയുക തല വളരെ പുകച്ചുള്ള ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. വളരെയധികം എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. നമുക്കിത് വരാൻ സാധ്യതയില്ല NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഈ പാഠം തുടങ്ങാം. ഇതാ പേജ് നമ്പർ 164 പ്രോബ്ലം 6.1 ചെയ്യുക, എക്സാമിന് വരൂ. ആക്ച്വലി ഇതിന്ന് ഞാൻ പറഞ്ഞുതരാം ഏതാ എനിക്കൊന്ന് ഇതൊന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ വന്നിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലായി. ഇത് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഇത്, അതിൻ്റെ ആൻസർ കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് പേജ് നമ്പർ 167 പ്രോബ്ലം 6.5 ചെയ്യുക, എക്സാമിന് വരും. പേജ് നമ്പർ 170 പ്രോബ്ലം 6.6 ചെയ്യുക. ഇത് അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചെയ്യുക. പേജ് നമ്പർ 172 വീണ്ടും ഡേഞ്ചറസ് പ്രോബ്ലം 6.7 പ്രോബ്ലം 6.8 പിന്നെന്താ പേജ് നമ്പർ 176 എന്താണ് നമ്മളെ സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ ഓഫ് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ ഓഫ് ബെൻസീൻ. എൻ്റെ എൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പരീക്ഷ എഴുതിയ കാലത്ത് മോഡൽ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ +1 പഠിക്കുന്ന കാലത്ത് എൻ്റെ മോനെ കഷ്ടപ്പെട്ടു ഇനി ഈ ക്വസ്റ്റ്യൻ കൊണ്ട്. ടഫാണ്, അത്യാവശ്യം നല്ല ചെയ്ത് എന്ന് പറയുക, നല്ല മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടില്ല ചോദ്യം അത്. അപ്പോൾ അത് മര്യാദയ്ക്ക് പഠിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡേഞ്ചറസ് ന്യൂമറിക്കൽസ് വരുന്ന പാടായത്. പേജ് നമ്പർ 183 പ്രോബ്ലം 6.10 ചെയ്യുക, അത് എക്സാമിന് വരും. പേജ് നമ്പർ 184 പ്രോബ്ലം 6.11 ചെയ്യുക, അതും എക്സാമിന് വരും. നമ്മൾ ലാസ്റ്റ് ഗിബ്സ് ഫ്രീ എനർജി തോന്നുന്നല്ലേ. പേജ് നമ്പർ 187 പ്രോബ്ലം 6.12 6.14 ചെയ്യുക. ഇത്ര ക്വസ്റ്റൻസ് നിങ്ങൾ ഇതിൻ്റെ ഇതായിട്ട് പഠിച്ചു നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ വരാൻ സാധ്യതയില്ല. ഇതിലുള്ള ക്വസ്റ്റൻസ് ചിലത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൽ വരാൻ സാധ്യതയില്ല. ഇനി ക്വസ്റ്റൻസെല്ലാം ഡിസ്കസ് ചെയ്യാം, നോക്കാം. ഞാൻ ആദ്യം തന്നെ വളരെ എളുപ്പത്തിലുള്ള, അതായത് ഇങ്ങനെയെല്ലാം ചിലപ്പോൾ നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസ് ഇല്ല. ഇതുപോലത്തെ 1 വേർഡ് ക്വസ്റ്റൻസ് എല്ലാം 1 മാർക്കിനെല്ലാം ഉണ്ട്. നമുക്ക് നോക്കാമല്ലോ. ഫോർ ദ പ്രോസസ് ടു occur under adiabatic condition the correct condition is what is it? Q = 0. adiabatic കണ്ടീഷൻസിൽ ഹീറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഹീറ്റ് കനോട്ട് ഫ്ലോ ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ്സ് ആൻഡ് ഫ്രം സറൗണ്ടിങ്സ് ടു സിസ്റ്റം. അടുത്തത് എൻതാൽപ്പീസ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് ആർ എന്താണ്? ഇറ്റ്സ് പോയി ടേക്കൺ ആസ് 0 ആണ്. എന്തായാലും എല്ലാത്തിനും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് 0 ആയിട്ടാണ് എടുക്കുക. അടുത്തത് ΔU, ഇതെന്താണ്? എൻതാൽപ്പി ഓഫ് കോമ്പഷൻ ഓഫ് മീഥേൻ ഇസ് -6 kJ/mol. അപ്പോൾ എന്താ ദ വാല്യൂ ഓഫ് ΔH അപ്പോൾ എന്തായിരിക്കും? ഈ പറഞ്ഞ ആക്ച്വലി ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ്? CH4, അതായത് എന്താണ് നമ്മൾ മീഥേൻ നമ്മൾ കത്തിക്കുക ഇൻ 2O2 ഗിവിങ് CO2 + വാട്ടർ. അപ്പോൾ ΔNG എന്ന് പറയുന്നത് ഇവിടെ എന്തെല്ലാം ഉണ്ട് പറഞ്ഞുതരാം. ഇവിടെ ഗ്യാസിയസ് മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് മോൾസ് മാത്രം എന്നാൽ മതി. അപ്പോൾ ഇത് ഗ്യാസാണ്, ഇത് ലിക്വിഡ്. ഇത് ഞാൻ കാണിച്ചത്. ഇത് എന്താണ് വേണമെങ്കിൽ ഇത് എലിമിനേറ്റ് ചെയ്താൽ ഇതൊന്നും നോക്കണ്ട. ഇതിൽ എത്ര മോളുണ്ട്? ഇവിടെ 1 മോളുണ്ട്. ഇവിടെ എന്താണ് 2 ഗ്യാസ് ഉണ്ട്. 2 + 1 3 മോൾസ് ഉണ്ട്. അപ്പോൾ ΔNG എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻ 1 - -2. ΔH = ΔU + ΔNG/RT. അപ്പോൾ ΔH = എന്താണ്? ΔU നോട്ടിന് പകരം -6 മൈനസ് എന്താണ് ഇവിടെ ഡെൽറ്റ ഇതിന് പകരം -2 പിന്നെ RT ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ക്വാണ്ടിറ്റി എന്തായി പോകും? എന്താണ് ഈ പറഞ്ഞാൽ നെഗറ്റീവായി പോകും. അപ്പോൾ എന്താ നെഗറ്റീവായി പോകുന്നല്ല. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ΔH ഈ പറയുന്ന ΔU വിൽ ബി ഗ്രേറ്റർ ദാൻ ΔH. ഈ റിലേഷൻ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. ΔH <= ΔU. അപ്പോൾ എന്താ ΔH > ΔU. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്തോ വല്ലാതെ വെയിലടിക്കണ്ടല്ലോ, എന്താ ചെയ്യുക? ഒരു മിനിറ്റ് ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ, നമ്മളെ റിയാക്ഷൻ A + B ഗിവിങ് C + D. Q ഈസ് ഫൗണ്ട് ടു ഹാവ് പോസിറ്റീവ് എൻട്രോപ്പി ചേഞ്ച്. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ ΔS > 0 ആണ്. ദ റിയാക്ഷൻ വിൽ ബി പോസിബിൾ അറ്റ് ഏത് ടെമ്പറേച്ചർ? നമുക്കറിയാം ΔG, അതായത് ഗിബ്സ് ഫ്രീ എനർജി ΔH - T ΔS. For a reaction to be spontaneous, ΔG must be negative. And for the given reaction, ΔH = negative as it is exothermic. കാരണം അതെന്തുകൊണ്ട് എക്സോതെർമിക്? ഈ Q എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സാധനം? ഇത് ഹീറ്റാണ്. അപ്പോൾ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് അതെന്താ എക്സോതെർമിക്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ΔH അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവായി പോകും. കാരണം ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിൽ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ΔS പോസിറ്റീവാണ്. സോ ഫോർ ദ ഗിവൺ, അതായത് ഇത് ആക്ച്വലി നെഗറ്റീവും, അതിപ്പോൾ ഒരു നെഗറ്റീവ് അതിലൊരു -5, ഇത് പോസിറ്റീവ്. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു 1 ആയിട്ട് കൺസിഡർ ചെയ്തോ. 1 Kelvin ഇൻറ്റു ഇതിപ്പോൾ ΔS പോസിറ്റീവ് വാല്യൂ ഏതാ? ഒരു 2 എടുത്തോ, ഒരു +2. അപ്പോൾ ഇതെന്തായിരിക്കും സ്ഥിതി? -5 -1 × +2 എന്ന് പറയുമ്പം +2.
അപ്പോൾ എന്താ -5 അല്ല സോറി -5 -1 × +2 എന്ന് പറയുമ്പോൾ -2. അപ്പോൾ എന്തായാലും ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയി പോകുമല്ലോ എങ്ങനെ നോക്കിയാലും. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഞാൻ ഇതിങ്ങനെ തിരിയാത്തത് ഞാൻ എന്ത് ചെയ്യും, ആക്ച്വലി റിയൽ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ഇക്വേഷൻ ഞാൻ എന്താണ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നല്ല ചെക്ക് ചെയ്യാറ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ΔG നെഗറ്റീവായി. അപ്പോൾ എന്താ ΔG നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്, പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ. ഇവിടെ ഇന്നേ ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ എന്നൊന്നുമില്ല. എന്തായാലും ഇയാൾ എന്താണ് <0 ആണ്, ഇയാൾ >0 ആണ്. അപ്പോൾ ഏത് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാലും എന്താണ് ഈ പറഞ്ഞ എന്താണ് നെഗറ്റീവ് വാല്യൂവിനെ മറികടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, എന്തായാലും എനി ടെമ്പറേച്ചർ എന്താണ് ദ റിയാക്ഷൻ വിൽ ബി സ്പോണ്ടേനിയസ് റിയാക്ഷൻ കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊത്തം കളിയും കളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ടെമ്പറേച്ചർ വല്ലാതെ കൂടുമ്പോൾ എന്താണ് ഈ വാല്യൂ പോസിറ്റീവായി പോകുന്നതിന് അന്നേരം നമ്മൾ പറയും എന്നല്ല ആ പറയുന്ന ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ എന്നില്ല. പക്ഷേ ഇവിടെ ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇവിടെ നമ്മൾ എത്ര ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാലും ഈ ക്വാണ്ടിറ്റി ΔG എപ്പോഴും നെഗറ്റീവ് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ആസ് പെർ ദാറ്റ് റൂൾ വി ക്യാൻ സേ ഇറ്റ് ഈസ് പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞ നമ്മളെ എനർജിയോ അല്ലെങ്കിൽ മാറ്ററിന് ട്രാൻസ്ഫർ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് നടക്കുന്നില്ല, സിസ്റ്റത്തിൽ നിന്ന് അല്ല, അതായത് സിസ്റ്റത്തിൽ സറൗണ്ടിങ്സിലേക്ക് നടക്കുന്നില്ല, സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് നടക്കുന്നില്ല. ഈ ഫ്ലാസ്ക് ആക്ച്വലി നമ്മളെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. കാരണം എന്താ, നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാനിപ്പം കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തായാലും കുറച്ചൊരു 24 hours കഴിഞ്ഞാൽ കുറച്ച് തണിഞ്ഞു. പക്ഷേ ഐഡിയൽ ഫ്ലാസ്ക് ആണ്, ഇതിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ എന്തായിരിക്കും ചൂട് അതേപോലെ നിൽക്കും. അതാണ് ആക്ച്വലി ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ. അതിൽ എന്താൽപി 0 തന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് വിൽ ബി ΔS ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം? ΔU = 0 ഇൻ എ സ്പോണ്ടേനിയസ് പ്രോസസ്. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് മസ്റ്റ് ബി പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ കൺസിഡർ, അതായത് അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് ΔS എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഈ പറഞ്ഞ ഡിഫ്യൂഷൻ ഓഫ് 2 gases A and B into each other into a closed container which is isolated by surroundings. Okay, the 2 gases A and B are separated by a movable partition. രണ്ടും തമ്മിലൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. When partition is removed, the gases began to diffuse. അപ്പോൾ ഈ രണ്ട് ഗ്യാസുകൾ തമ്മിൽ മിക്സ് ആവാൻ തുടങ്ങും. And the system becomes more disordered. അപ്പോൾ എന്താ സിസ്റ്റം ഡിസോർഡേർഡ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എൻട്രോപ്പി കൂടുകയാണ്. എൻട്രോപ്പി കൂടുന്ന എങ്ങനെ കാണിക്കുക, ΔS > 0, ΔU = 0 ഫോർ ദാറ്റ് പ്രോസസ്. ΔS നമുക്ക് ഇക്വേഷൻ അറിയില്ല, Q/T, Q റിവേഴ്സിബിൾ / T ഈക്വൽ ടു എന്താണ് ΔH / T ഈക്വൽ ടു ΔU + P ΔV/T. അല്ലെങ്കിൽ എന്താ ഈ ΔU എന്നാലും 0 തന്നിട്ടുണ്ട്. അപ്പോൾ P ΔV/T ഒന്നിക്കൽ എന്താണ് T ΔS > 0 അല്ലെങ്കിൽ ΔS > 0. ഇങ്ങനെയാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ വലിയ കഥയൊന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ ഒരൊറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി. ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ΔU > 0 ആൻഡ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് മസ്റ്റ് ബി പോസിറ്റീവ്. അത്ര എഴുതി കൊടുത്താൽ മതി. ഇത് ഇത്രക്കാരും തിയറിയൊന്നും വെറുതെ എഴുതിയിട്ട് തല വിണ്ണാക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒറ്റ സെൻറ്റൻസ് എഴുതി കൊടുത്താൽ അതിന് ഫുൾ മാർക്ക് കിട്ടിക്കോളൂ നിങ്ങൾക്ക്. നമുക്കിനി ഈ സെലക്റ്റഡ് എക്സാംപ്ലർ ക്വസ്റ്റ്യനിലെ ഈ ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാം. 298 Kelvin. ഇത് എന്താണ് ആക്ച്വലി നമ്മൾ റൂം ടെമ്പറേച്ചർ ആണെന്ന് വേണ്ടിക്ക് പറയാം, കാരണം 25 degree Celsius ആണല്ലോ. Kp for the reaction N2O4 is in equilibrium with 2NO2 is 0.98. Kp എത്ര തന്നിട്ടുണ്ട്, 0.9. ഇത് ആക്ച്വലി ഈ തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം നമ്മൾ ക്ലബ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പാഠത്തിലുണ്ട്. പ്രെഡിക്റ്റ് വെദർ ദ റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ് ഓർ നോട്ട്. നമുക്കറിയുന്ന ഇക്വിലിബ്രിയം ഈ മറ്റേ തെർമോഡൈനാമിക്സ് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ΔG = -2.303 RT log Kp അല്ലെങ്കിൽ ലോഗ് കേസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഓഫ് ദി ലാസ്റ്റ് ഇക്വേഷനാണ്. ഇത് നിങ്ങൾ ഈ പാഠത്തിൽ അവസാനമായിട്ട് എഴുതുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും ഇത്. Kp = 0.98. അതായത് Kp <1 ആണ് ആക്ച്വലി ഇവർ പറഞ്ഞിരുന്നത്. കേട്ടോ 0.9 എന്ന് പറയുമ്പോൾ എന്തായാലും ഓബ്വിയസ്ലി ഇറ്റ് ഇസ് <1. 1-നേക്കാളും ചെറിയൊരു വാല്യൂ ആണ്. ദെർഫോർ ΔRG is പോസിറ്റീവ്. അപ്പോൾ എങ്ങനെ ΔRG പോസിറ്റീവ് ആവുന്നത്? ഇപ്പോൾ ലോഗിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ഒന്ന് ആലോചിച്ച് നോക്ക്. ലോഗിനുള്ളിൽ 1-ലും കുറഞ്ഞൊരു ഇപ്പോൾ X <1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വന്ന്, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ എന്താണ് ലോഗ് അവിടെ എന്താ ഇപ്പോൾ ലോഗ് ആ ഒരു പോസിറ്റീവ് വാല്യൂ കാണിക്കുക. അപ്പോൾ എന്തുണ്ട് ഇവിടെ പിന്നെ ഒരു സോറി ലോഗ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ മാറിപ്പോയതാ, എക്സിൻ്റെ <1, അതായത് ഫ്രാക്ഷൻ പോലത്തെ 1/2 1/3 ഇങ്ങനെയെല്ലാം വരുമ്പോൾ എന്താ ലോഗ് നെഗറ്റീവായി മാറും. അത് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ലോഗ് 0.5 എന്നല്ല അടിച്ചു നോക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് അതിലൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായത് അങ്ങനെ അത് വരുന്നത്. അപ്പോൾ നെഗറ്റീവായി. ഇപ്പോൾ അപ്പോൾ എന്തുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവ് വന്ന്, അപ്പോൾ ഈ നെഗറ്റീവും നെഗറ്റീവ് കൂടി ക്യാൻസൽ ആയിട്ട് പോസിറ്റീവായി. അപ്പോൾ ഓവറോൾ എന്തായാലും 2.03 കോൺസ്റ്റൻ്റ് ആണ്. 6 എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അതും എന്താണ് പോസിറ്റീവാണ്. ടെമ്പറേച്ചർ 298 അതും പോസിറ്റീവാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവായി. ഇപ്പോൾ ΔG അൾട്ടിമേറ്റ്ലി എന്തായി മാറി, പോസിറ്റീവായി മാറി. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, ലെസ് ദൻ 0 ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഗ്രേറ്റർ ദൻ 0 ആണെങ്കിലോ നോൺ സ്പോണ്ടേനിയസ്. യെസ്, റിയാക്ഷൻ ഇസ് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി റിയാക്ഷൻ സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ലോഗിൻ്റെ ഉള്ളിൽ എന്താണ് എക്സ് ലോഗ് എക്സ് ആണല്ലോ. അപ്പോൾ എക്സിന് എന്താണ് ലെസ് ദൻ 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രാക്ഷൻ പോലത്തെ വാല്യൂസ് എല്ലാം വരുവാണെങ്കിൽ, ഫ്രാക്ഷൻ ഇൻ ദ സെൻസ് വിച്ച് ആർ ലെസ് ദൻ 1, എന്താണ് 0.5, 0.8, 0.1 ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ അതായത് മറ്റെന്താണ്, അപ്പോൾ ആ പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയേണ്ടത് ആ ലോഗിൻ്റെ വാല്യൂ അപ്പോൾ നെഗറ്റീവായി മാറും. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ ലോഗിൻ്റെ സംഭവം അറിയില്ലെങ്കിൽ ഇത് ആക്ച്വലി ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്താണ് എക്സ് ലെസ് ദൻ 1 ദെൻ ദ വാല്യൂ ഓഫ് ലോഗ് ബിക്കംസ് നെഗറ്റീവ് എന്നില്ല. അത് ആക്ച്വലി എന്താണ് മാത്സിൽ നിങ്ങൾ ആക്ച്വലി പഠിക്കേണ്ടത്. നിങ്ങൾ പഠിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ നിങ്ങൾ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാതെ. നിങ്ങൾക്ക് സംശയം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും വേണ്ടിക്ക് ലോഗ് 0.5 അടിച്ചാൽ മതി, എന്തായാലും മൈനസ് അതിലൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ലോ. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. സോ ദ റിയാക്ഷൻ ഇസ് നോൺ സ്പോണ്ടേനിയസ്. 2 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കൂ, ഇതും പിന്നെ ഇതും നോക്കാം. കമൻറ്റ് ഓൺ ദ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഓഫ് നൈട്രസ് ഓക്സൈഡ് ഗിവൺ ഹാഫ് N2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഗിവിങ് NO. പിന്നെ എന്തുണ്ട്, ഡെൽറ്റ എച്ച് എത്ര എന്തിട്ടുണ്ട് 90 kJ/mol പോസിറ്റീവ് വാല്യൂ ആണ്. അതേപോലെ NO ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഗിവിങ് NO2 ഗ്യാസ്. ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ആണ്, -74 kJ/mol. അപ്പോൾ ഇതിൻ്റെ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി എത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയുന്നത് തെർമോഡൈനാമിക്കിൽ. അപ്പോൾ NO ഇസ് എൻ അൺസ്റ്റേബിൾ ബിക്കോസ് ഫോർമേഷൻ ഓഫ് NO ഇസ് എൻഡോതെർമിക്, എനർജി ഈസ് അബ്സോർബ്ഡ്, ബട്ട് NO2 ഇസ് ഫോംഡ് ബിക്കോസ് ഇസ് എന്താണ് ഫോർമേഷൻ ഇസ് എക്സോതെർമിക്, എനർജി ഈസ് റിലീസ്ഡ്. ദെർഫോർ അതായത് ഈ പോസിറ്റീവ് വാല്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിവിടെ എന്താ ഹീറ്റ് ആക്ച്വലി അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് എന്താ, എനർജി ഈസ് അബ്സോർബ്, ദാറ്റ് ഈസ് എൻ എൻഡോതെർമിക് പ്രോസസ്. പക്ഷേ എന്നാൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0 അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹീറ്റ് ലിബറേറ്റഡ് ആണ്, അപ്പോൾ എനർജി ഈസ് ലിബറേറ്റഡ്, എനർജി റിലീസാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഡെൽറ്റ ജി ലെസ് ദാൻ 0. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. ഇത് ഈ ഒരു വാല്യൂ കാണുമ്പോൾ പോസിറ്റീവ് വാല്യൂ കാണുമ്പോൾ മനസ്സിലായി എൻഡോതെർമിക് ആണ്. അപ്പോൾ എൻഡോതെർമിക് കുറച്ചും കൂടി അൺസ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ ഇതെന്താണ് ഹീറ്റ് റിലീസ് ആയതുകൊണ്ട് തന്നെ, കാരണം ഹീറ്റ് റിലീസ് ആകുമ്പോഴാണ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുക. അപ്പോൾ ഇത് എക്സോതെർമിക് ആണ്. അപ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ എനർജി റിലീസായി എന്ന് മനസ്സിലായി. അപ്പോൾ ഈ NO എന്നുള്ളത് എന്താണ് അൺസ്റ്റേബിളായി മാറും. അപ്പോൾ എന്താ NO എന്നുള്ളത് വീണ്ടും എന്താണ് റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് സ്റ്റേബിൾ ഫോം ആയിട്ടില്ല, NO2 തെർമോഡൈനാമിക്കലി മോർ സ്റ്റേബിൾ ആയിട്ടില്ല, അതായത് എക്സോതെർമിക് റിയാക്ഷൻ കാണിക്കുന്ന എന്തോ ആയിട്ട് മാറും, കോമ്പൗണ്ടായിട്ട് മാറും, NO ബിക്കംസ് NO2. അപ്പോൾ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി എന്താണ്, അൺസ്റ്റേബിൾ NO, അതായത് എന്താണ് നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് കൺവേർട്സ് ഇൻ ടു എന്താണ് നൈട്രജൻ ഡയോക്സൈഡ്. ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡെൽറ്റ എച്ച് ലെസ് ദൻ 0 ഇറ്റ്സ് എൻ എക്സോതെർമിക് പ്രോസസ്, ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദൻ 0 ഇറ്റ്സ് എൻ എൻഡോതെർമിക് പ്രോസസ്. ആൻഡ് ഫോർ യൂഷ്വലി വി സേ എന്താണ് എക്സോതെർമിക് പ്രോസസ് ഇറ്റ് ഇസ് മോർ സ്റ്റേബിൾ ദാൻ എൻഡോതെർമിക് പ്രോസസ് എന്താണ് തെർമോഡൈനാമിക്കലി. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് 1 mol ഓഫ് എ മോണോ ആറ്റോമിക് എന്ന് പറയുന്നത് എന്താ 1 ആറ്റംസ്, അതായത് 1 ആറ്റംസ് മാത്രമേ ഉണ്ടാവും. ഡൈ ആറ്റോമിക് എന്ന് പറയുമ്പോൾ 2 ആറ്റംസ്, പോളി ആറ്റോമിക് എന്ന് പറയുമ്പോൾ മോർ ദൻ 2, 3 ആറ്റം 4 ആറ്റം അങ്ങനെയൊക്കെ വരാം. ഇവിടെ മോണോ ആറ്റോമിക് എന്താണ് ഐഡിയൽ ഗ്യാസ് ഇസ് എക്സ്പാൻഡ് ഫ്രം സ്റ്റേറ്റ് 1 to, അതായത് ഇതാ സ്റ്റേറ്റ് 1ഉം എന്താണ് സ്റ്റേറ്റ് 2ലേക്ക് ഇതിനൊക്കെ എന്താക്കി ഈ പറഞ്ഞ എക്സ്പാൻഡ് ചെയ്ത് as shown in the figure state 1 to state 2. Calculate the work done for the expansion of gas. അപ്പോൾ ഇതെന്താ ആക്ച്വലി ഇതൊരു പി വി ഗ്രാഫാണ്. ഇത് പി വി ഗ്രാഫിൽ അണ്ടർ ദ അതായത് ഏരിയ അണ്ടർ ദ കർവ് ഓഫ് പി വി ഗ്രാഫ് ഗിവ്സ് ഏത് വർക്ക് ഡൺ. അത് ആക്ച്വലി നമ്മൾ WC P ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ടാണല്ലോ എഴുതുക. അപ്പോൾ അതാണ് ആക്ച്വലി ഇവർ കാണിക്കുന്നത്. അതായത് എന്താണ് നമ്മൾ ഏരിയ പ്രഷർ ഇൻറ്റു വോളിയം ഗിവ്സ് ഏതാ വർക്ക് ഡൺ. അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് ആക്ച്വലി എന്താണ് ഇത് എന്ത് പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ടില്ലത്, ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഇതാ ദ ഗിവൺ ഫിഗർ, അതായത് ഈ ഫിഗർ ഇങ്ങനെ ആക്ച്വലി ക്വസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ ഗിവൺ ഡയഗ്രാം റെപ്രസെൻറ്റ് ദ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ഇൻഫൈനൈറ്റ് സ്റ്റെപ്സ്. ഈ പ്രോസസ്സ് ആക്ച്വലി എന്താണ് ഇതിപ്പോൾ 22.7 ലിറ്റർ ആണ്. ഇത് ആക്ച്വലി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ചെയ്ത് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഈ പ്രഷർ 1 ബാറും 2 ബാറിലേക്ക്, ഇത് സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2. അപ്പോൾ എന്താണ് 1 ബാറിന് 2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല എന്താണ് വോളിയം ഇത്ര, 1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല വോളിയം ഇത്ര. അപ്പോൾ ഇത്ര എന്താണ് ഇതാ എനിക്ക് തോന്നുന്നു ഈ ഒരു കർവിൻ്റെ ഇടയ്ക്കിൽ ഏരിയ കണ്ടുപിടിക്കും. ഇത് എന്താണ് നിങ്ങൾ വിചാരിക്കും ഇതൊരു ഭയങ്കര ഒരു മറ്റേ ട്രയാങ്കിൾ പോലെ, ഇത് ട്രയാങ്കിൾ അല്ല, ഇത് ആക്ച്വലി ഇത് കർവാണ്. അപ്പോൾ ഈ കർവിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, യൂസിങ് ദ മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇത് ആക്ച്വലി നിങ്ങൾ +2ലാണ് ഇൻറ്റഗ്രേഷൻ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, പക്ഷേ ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന ഇൻറ്റഗ്രേഷൻ്റെ മെത്തേഡ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യുന്ന 2 ഫോർമുലാസ് ഉണ്ട്. ഒന്ന് റിവേഴ്സിബിൾ പ്രോസസ്സിനുള്ള വർക്ക് ഡണ്ണും, ഒന്ന് ഇറിവേഴ്സിബിൾ. ഇവിടെ ഈ പ്രോസസ്സ് ഇൻഫൈനൈറ്റ് സ്റ്റെപ്പ്, അതായത് കുറേ എന്താണ് ഇൻഫൈനൈറ്റിസിമലി സ്മോൾ സ്റ്റെപ്സിൽ നടക്കുന്നുണ്ട് തന്നെ, കുറേ സ്റ്റെപ്പായിട്ട് നടക്കുന്നുണ്ട് തന്നെ. ഇവിടുത്തെ എന്താ ഇറ്റ് ഇസ് എൻ ഐസോതെർമൽ റിവേഴ്സിബിൾ ആണ്.
അപ്പോൾ റിവേഴ്സിബിൾ ഇക്വേഷൻ എന്താ W = നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും -2.303 nRT log നമ്മൾ ആക്ച്വലി V1/V2 എന്ന് ചെയ്തു. പക്ഷേ ഇവിടെ പ്രഷറിൻ്റെ ടേംസിലായതുകൊണ്ട് P1/P2 പ്രഷർ അറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് എന്നാണ് ഡിവൈഡ് ബൈ പ്രഷർ അറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്. ഇനി ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. W = ഒരു മിനിറ്റ് ഇതിങ്ങനെ ഇതാരേ തുറന്നത് ഇതാ നമ്മളെ W = -2.303 ഇനി എന്താ N എത്ര ഉണ്ട് മോണോ ആറ്റമിക് ആയതുകൊണ്ട് 1 moles ആണ്. അപ്പോൾ N = നമ്പർ ഓഫ് മോൾസ് അല്ല. അപ്പോൾ മോണോ ആറ്റമിക് മീൻസ് 1 mole ഇൻറ്റു R എന്ന് പറയാൻ നമ്മൾ ഇത് എനർജീൻ്റെ ടേംസിലില്ലതായതുകൊണ്ട് തന്നെ നമ്മളെന്താ ഇവിടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ എന്താണ് 3-4 വാല്യൂസ് ഉണ്ട്. അതിൽ നമ്മൾ 8.314 എന്ന് പറയുന്ന വാല്യൂവിന് എടുക്കുക. ടെമ്പറേച്ചർ എത്ര തന്നിട്ടുണ്ട് 298 Kelvin. 298 Kelvin തന്നിട്ടില്ലേ? അതെ 298 Kelvin ആക്ച്വലി ക്വസ്റ്റിൻ്റെ തന്നിട്ടുണ്ട്. പിന്നെ ലോഗ് പ്രഷർ അറ്റ് 1 എന്ന് പറയുമ്പോൾ എന്താ 2 ആണ്. അതേപോലെ പ്രഷർ അറ്റ് സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 കേട്ടോ. അതായത് ഇതാണ് സ്റ്റേറ്റ് 1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് 2 ആണ്. ഇതാണ് സ്റ്റേറ്റ് 2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. അപ്പോൾ P1/P2 എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് 1 ഡിവൈഡ് ബൈ സ്റ്റേറ്റ് ഓഫ് 2. അപ്പോൾ 2/1. അപ്പോൾ ലോഗ് 2 എന്ന് പറയുന്നത് 0.3010 ആണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് -2.303 × 1 × 8.314 × 298 × 0.3010 ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ആൻസർ നമുക്ക് ജൂൾസ് കിട്ടും -1717.46 ജൂൾസ്. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ദിസ് വിൽ ബി ദ വർക്ക് ഡൺ. ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തോ ഭയങ്കര എന്ന് പറയേണ്ടത് സംഭവമില്ല ക്വസ്റ്റ്യൻ ഒന്നല്ല. ജസ്റ്റ് നിങ്ങൾ ഫിഗർ നോക്കുക. ഇത് ഇൻ്റഗ്രേറ്റ് അതായത് ഈ ഏരിയ അണ്ടർ ദ കർവാണ് ഈ പറഞ്ഞ ഇത് നമ്മൾ വർക്ക് ഡണ്ണിൻ്റെ ആ ഒരു സംഭവം കോൺസെപ്റ്റ് മനസ്സിൽ കത്തുക. പിന്നെ ഇതിങ്ങനെ ഒരു കർവ് ആയതുകൊണ്ട് ഇതിൻ്റെ അണ്ടറിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ട്രയാങ്കിളോ ഒന്നല്ല അല്ലെങ്കിൽ സർക്കിളോ ഒന്നല്ല നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് റിസൾട്ട് അറിയുന്ന ഏരിയൻ്റെ. ഇതെന്താണ് നമ്മൾ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ഈ ഒരു ഏരിയ നമ്മൾ ഈ ഒരു അൺനോൺ കർവിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെങ്ങനെ പഠിച്ചത് നമ്മൾ പഠിച്ച റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് നിങ്ങളെ നോട്ട് ബുക്കിൽ ഡിറൈവ് ചെയ്ത് ഒരു റിലേഷൻ അതിൻ്റെ ബേസ് ചെയ്തിലൊരു ന്യൂമറിക്കൽ അപ്പോൾ W = -2.303 N is number of moles, R is universal gas constant, T is temperature, പിന്നെ log P1 pressure at state 1 divided by T2 pressure at state 2. ഈ ഇക്വേഷൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. ഇനി നമുക്ക് ബാക്കി അടുത്തതിൽ കാണാം.